What to do this shit? Yeah, alright, I done it, and I think hopefully someone will come. ഞാനിപ്പോൾ ഉള്ളത് സീഡു ഫിഷ് പ്രോയിലാണ്. ഫിഷിങ്ങിന് വേണ്ടി വന്നേക്കുവാണ്. കടലിലാണ് വന്നേക്കുന്നത്. ഓസ്ട്രേലിയയിലാണ്. നിങ്ങൾക്കറിയാമല്ലോ, വീഡിയോ ഒക്കെ കാണുന്ന സമയത്ത് നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യമാണ്. ഞാനെപ്പോഴും നല്ല എനർജറ്റിക്കായിട്ടായിരിക്കും നമ്മുടെ വീഡിയോസൊക്കെ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും. നിങ്ങൾ ഈ വീഡിയോസ് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഹലോ ഗൈസ് എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിലായിരിക്കും അതായത് നല്ലൊരു പ്രസൻറ്റേഷൻ ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ എനിക്കത് പറ്റുന്നില്ല. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയാണ് നമ്മുടെ സീഡു ഫിഷ് പ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. I don't know what the fuck is that. ഞാൻ എന്തോ ചെയ്യണം? ഞാനിപ്പം കടലിൻ്റെ നടുക്കാണുള്ളത്. ഈ കോപ്പ് വർക്കാവുന്നില്ല. ഞാൻ എന്തോ ചെയ്യണം? ഞാനും തേറി പറയാതിരിക്കുക. ഞാൻ കോസ്റ്റ് ഗാർഡിനെ വിളിച്ചിട്ടുണ്ട്. കോസ്റ്റ് ഗാർഡ് വരുന്നുണ്ട്. കോസ്റ്റ് ഗാർഡ് വന്നിട്ട് എന്നെ രക്ഷപ്പെടുത്താമെന്നാണ് പറഞ്ഞേക്കുന്നത്. കോസ്റ്റ് ഗാർഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. പക്ഷേ അവരിനി വന്നിട്ട് ബോട്ടൊക്കെ ഇട്ട് എനിക്കറിയത്തില്ല മയിര് എപ്പോൾ വരുമെന്ന്. അവർക്ക് നമ്മുടെ ലൊക്കേഷനൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ഫ്ലെയർ ഞാൻ കത്തിച്ച് മേലോട്ട് എറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മേലോട്ട് പോയി. പക്ഷേ ആരും നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊന്നും പോകുന്നില്ല. കാര്യം വേറൊന്നുമല്ല, നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒരൊറ്റ മനുഷ്യരില്ല. കണ്ടല്ലേ, ഒറ്റ ആളില്ല. കടലിൻ്റെ നടുക്കാണ്. ഈ ഒരു സമയത്ത് പേടിയുണ്ടോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ നല്ല പേടിയുണ്ട്. നല്ല പേടിച്ചാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. വേറൊന്നും കൊണ്ടല്ല. നമ്മളിപ്പം ഉള്ളത് ഒരു 10-50 അല്ലെ 60. ഞാനിതെല്ലാം എടുത്ത് മാറ്റിയുണ്ട്. കൃത്യമായിട്ട് എനിക്കറിയത്തില്ല. എന്നാലും ഒരു 10-50 അടി താഴ്ചയുള്ള, അതായത് 19 മീറ്റർ താഴ്ചയുള്ള ഒരു സ്ഥലത്താണ് ഞാൻ ഫിഷിങ്ങിന് വേണ്ടി വന്നേക്കുന്നത്. നല്ല താഴ്ചയാണ്. ഏകദേശം ഞാൻ 18 മണിക്കൂർ ഈ ഒരു 18 മണിക്കൂർ ഈ ഒരു വണ്ടിക്കകത്ത് നമ്മൾ യാത്ര ചെയ്തിട്ടുള്ളൂ. എന്നിട്ടാണ് ഈ ഒരു സംഭവം ചെയ്തത്. എന്തോ ചെയ്യണം? സത്യം പറഞ്ഞാൽ നല്ല ദേഷ്യമുണ്ട്, നല്ല വിഷമമുണ്ട്, നല്ല സങ്കടമുണ്ട്, നല്ല പേടിയുണ്ട്. വേറൊന്നുമല്ല, ഈ ഒരു വെതർ, കടലിലെ വെതറൊക്കെ എപ്പോഴാണ് ചേഞ്ച് ആകുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. എപ്പോൾ വേണേലും കടലിലെ വെതർ ചേഞ്ച് ആകും. സോ ഞാൻ വെതറൊക്കെ നോക്കി നല്ലൊരു വെതറുള്ള ഒരു ദിവസമാണ് ഇന്ന് വന്നേക്കുന്നത്. അടിപൊളി വെതറും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ നമ്മുടെ ജെസ്കി ഇങ്ങനെ ചെയ്തു. ജെസ്കി ഞാൻ ഒരു 10-20 ദിവസമായിട്ട് ഞാൻ ഇത് എടുത്തിട്ടില്ലായിരുന്നു, ഉപയോഗിച്ചിട്ടില്ലായിരുന്നു. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. പക്ഷേ അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മുടെ ലാൻഡിൽ നിന്ന് ഇറക്കുന്ന സമയത്ത് ഇത് സ്റ്റാർട്ടാകാൻ പാടില്ലായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഓക്കെ, ഞാൻ നേരെ നമ്മുടെ സീഡു സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് നമ്മൾ എന്താണ് ഇതിൻ്റെ പ്രശ്നമെന്ന് നമ്മൾ നോക്കിയാൽ. ഭാഗ്യത്തിന് എൻ്റെ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നു. എൻ്റെ ഫോണിൽ ചാർജും അതുപോലെ തന്നെ എൻ്റെ ഫോണിൽ റേഞ്ചും ഉണ്ടായതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ മാഡിയെ വിളിച്ചു, കോസ്റ്റ് ഗാർഡിനെ വിളിച്ചു. മാഡിയെ വാട്സപ്പ് വഴി ഞാൻ കോൺടാക്റ്റ് ചെയ്തു. അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ലൈഫ് എൻ്റെ സേവ് ചെയ്യാൻ പോകുന്നത്. അതല്ലെങ്കിൽ ഞാൻ മാതിരി ഈ ഒരു കടലിൽ കടന്ന് ഞാൻ ചത്താനെ. ഇന്ന് രാത്രിയൊക്കെ ആകുമ്പോൾ നല്ല റഫാകും. കടൽ റഫാകുമെന്ന് പറഞ്ഞാൽ ഈ സാമാനമൊക്കെ എടുത്ത് അടിച്ചു കഴിഞ്ഞാൽ ബോട്ടിൻ്റെ പോലൊന്നുമല്ല, ഇത് അടിച്ച് മലത്തിക്കളയും. So finally guys, Coast Guard, hi Vaishnav, Coast Guard have been dispatched to location and will be with you as soon as possible. So hopefully they will be by soon. So yeah, I just put my flare up, but yeah, those people didn't see it. I guess, fuck. And I'm swearing so much. What the fuck, I should do this shit, come on man. Why should have to buy a boat instead of fucking jet ski. Oh, thank you Coast Guard. So can't wait them to come. Fuck, hopefully the weather is not change.
Hello? Hello, this is Belinda from Port Albert Healthcare. How you going? Yeah. Is that you guys? I think I've seen. You can see me. Whereabouts are you? I think I've seen a boat. It's in front of you. I will put a flare or something to show you. We're just near Jack River. Yeah. Yes. Are you on the bed? Yeah. Yep. I see you. All right, we're coming. Yeah. Thank you. Okay. Yeah, bye. Yep. I think that's yeah. Oh my goodness me! Somebody came finally. Start your boat. Why they not starting the boat? കടൽ കണ്ടിട്ട് തന്നെ സത്യം പറഞ്ഞാൽ ഇപ്പം പേടിയാവുന്നു. ഇത് റഫ് ആവുന്നതിൻ്റെ കൂട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. എൻ്റെ ദൈവമേ, കാറ്റും വരുന്നുണ്ട്. ഓ, Madi, I called them. Yeah, I put the anchor in. Yeah, what they say? They say yeah, put the anchor in and they will be there soon. കടൽ കണ്ടിട്ട് തന്നെ സത്യം പറഞ്ഞാൽ ഇപ്പം പേടിയാവുന്നു. ഇത് റഫ് ആവുന്നതിൻ്റെ കൂട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. എൻ്റെ ദൈവമേ, കാറ്റും വരുന്നുണ്ട്. ഓ, എനിക്കറിയത്തില്ല അത് അവരെവിടെ ആയിരിക്കുമെന്ന്. ഇത് ഞാൻ അങ്ങോട്ട് പോവാണ് കേട്ടോ. കടലിൻ്റെ ഉള്ളിലോട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ആ ബോട്ടാണ് നമ്മളെ രക്ഷിക്കാൻ വരുന്നത്. എൻ്റെ ദൈവമേ, ഓ എൻ്റെ പൊന്ന്, സത്യം പറഞ്ഞാലോ എൻ്റെ ജീവൻ പോയെന്ന് പറയല്ലേ. സോ ആ ബോട്ടാണ് നമ്മളെ രക്ഷിക്കാൻ വരുന്ന ബോട്ട്. 6 hours I'm in this fucking jet ski and it's fucked up. Finally they're here, they see me. Finally they're here. Oh. Finally. Thanks my God, thanks God. 6 hours I'm in this jet ski. I was floating in this ocean. Hi. Can you pull your anchor up? Yeah. So നമ്മുടെ ജെസ്കിയാണ്. ഞാനിപ്പോൾ ഉള്ളത് കോസ്റ്റ് ഗാർഡിൻ്റെ ബോർഡിൽ. So they came to save me. That's my jet ski.
ഗൈസ് നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട്. നമ്മുടെ കാറ് വന്നു. പുള്ളിക്കാരൻ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. സോ കാറ് ഞാൻ അപ്പുറത്തെ പോട്ടി പോയി എടുത്ത്. എൻ്റെ കൈ വെന്തിരിക്കുന്നുണ്ടല്ലേ, ഫ്ലെയർ കത്തിച്ചപ്പോൾ വെന്തയാണ്. നമുക്കിനി ജെസ്കി ഇതിനകത്തോട്ട് എടുത്തിടണം. സോ അതാണ് അടുത്ത പ്ലാൻ. സോ ദാറ്റ്സ് എ ബിഗ് മൊമെൻറ്റ്. എനിക്കിനി ജെസ്കി കെട്ടി വലിച്ച് തിരിച്ച് ഇതിലേക്ക് കൂടെ വരണം. ബ്യൂട്ടിഫുൾ ഡേ ഫോർ ഫിഷിംഗ് ഗൈസ്, ബ്യൂട്ടിഫുൾ ഡേ ഫോർ ഫിഷിംഗ്, ബട്ട് നോട്ട് അഗൈൻ ഇൻ ദി ജെസ്കി. I'm so hungry and I'm so tired. I'm fucked up. Let's go home. So guys, everyone was asking me. Everyone knows it about what happened today. Everyone is asking about that. Anyway, let's go fucking home. I wish no one will get like this days.